നമസ്കാരം. ഇത് ഓണക്കാലമാണ്. ഓണക്കാലം വിസ്മയങ്ങളുടെ കാലമാണെന്നാണ് പൊതുവെ പറയാനുള്ളത്. മഹാബലി എന്ന മിത്തു മുതൽ നമ്മുടെ ക്ഷേമസങ്കല്പം വരെ നീളുന്നുണ്ട് ഓണക്കാലത്തേക്കുള്ള കാഴ്ചകൾ. അതുപോലെ തന്നെയാണ് ആകാശവിസ്മയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചകളും. എത്ര പഠിച്ചാലും എത്ര കേട്ടാലും എത്ര കണ്ടറിഞ്ഞാലും മതിയാകാത്ത കാഴ്ചകളാണ് ആകാശം നമുക്ക് മുന്നിൽ ഒളിപ്പിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഈ ഓണക്കാലത്തെ ഈ സംഭാഷണത്തിൻ്റെ പ്രത്യേകതയും. ഡോക്ടർ എ രാജരാജൻ, VSSCയുടെ ഡയറക്ടർ, ഒപ്പം അദ്ദേഹത്തിൻ്റെ പത്നി, ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കൊച്ചു കൂട്ടുകാർ കൂടിയുണ്ട്. നമുക്ക് ഈ യാത്രയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഈ 4 പതിറ്റാണ്ട് നീണ്ട ഈ ജീവിതത്തെക്കുറിച്ചുള്ള ഈ സംഭാഷണത്തിൽ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. നമസ്കാരം സാർ. നമസ്കാരം മാം. ആദ്യം പറഞ്ഞത് തന്നെയാണ്, 4 പതിറ്റാണ്ടാകുന്നു. ഇപ്പോൾ VSSCയുടെ അമരത്താണ്. ശ്രദ്ധേയമായ പല പദ്ധതികളുടെയും അമരത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞുപോയ 4 പതിറ്റാണ്ടുകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു എല്ലാവരും എക്സ്പീരിയൻസാണ്. അപ്പോൾ കോളേജിൽ നിന്ന് പഠിക്കുമ്പോൾ ഉടൻ തന്നെ ഈ സ്പേസ് വിഭാഗത്തിലൊരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. നമ്മൾ ചേർന്നു. പല അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റീസും അതിലോട്ടുള്ള എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള, ഗവേഷണം ചെയ്യാനുള്ള ഈ ആകാംക്ഷയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ വളരെ നിങ്ങളറിയാം, പേര് കേട്ട് മഹാന്മാരൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പല അറിവുകളും നേടിയെടുത്തു. ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു സൗഹൃദമാണ്. അതായത് സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്ന ഒരു ഗവൺമെൻറ് സെറ്റപ്പ് ഉണ്ടെങ്കിലും ജോലിയുടെ കാര്യത്തിൽ ഈ അറിവ് പകർക്കുക എന്നുള്ളതിൽ എല്ലാവരും സമതുല്യത ഉണ്ട്. ആർക്കും റിസർച്ച് ചെയ്ത് അതൊരു ടീം വർക്കായിട്ട് നേടിയെടുക്കുക. അതിൽ ഉൾക്കൊണ്ട് പോകുന്നവർക്ക് ഇവിടെ പല ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമുണ്ട്. അത് നമ്മൾ നേടിയെടുത്ത് അതിൻ്റെ അംഗീകാരമായിട്ടാണ് പല പടികളായി കടന്ന് ഇന്ന് 40 കൊല്ലം കഴിഞ്ഞ് നമ്മൾ VSSCയുടെ നേതൃത്വം നമുക്ക് ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഈ ശാസ്ത്രം ഒരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആകാശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുനാളിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ആകാശ കാഴ്ചകളിലേക്കൊക്കെ അടുത്തറിയുക, തൊട്ടറിയുക, കണ്ടറിയുക. ആ ഒരു യാത്രയെ എങ്ങനെയാണ് ഓർത്തത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രനിലോട്ട് പോകുന്ന യാത്രയും അവിടെ നമ്മൾ മനുഷ്യർ, ഞാൻ കുറച്ച് ഫിലോസഫിക്കലായിട്ട് പോകും, പിള്ളേർക്കും കൂടെ നിൽക്കാൻ വേണ്ടി വരാണ്. നമ്മുടെ ഈ ലോകത്തിൽ പല കഥകളൊന്നും കേട്ടും കഥകൾ, അതിൻ്റെ ചില കഥകളുടെ ബേസ് കാണൂലായിരിക്കും. പക്ഷെ ചിലത് 10-2000 മില്ലേനിയം ഇയേഴ്സ് എന്ന് പറയാം, 2000 കൊല്ലങ്ങളായിട്ട് നമ്മുടെ സിവിലൈസേഷനിൽ ഈ പല കഥകളും കേട്ടിട്ടുണ്ട്. പല നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും ഗ്രഹങ്ങളും ഈ ചന്ദ്രനും കൂടി നമ്മൾ കേൾക്കുമ്പോൾ, പല കഥകൾ കേൾക്കുമ്പോൾ, നമ്മുടെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു 3 ചോദ്യമുണ്ട് എപ്പോഴും. ഇത് ഞാൻ പല വേദികളും ആവർത്തിക്കാറുണ്ട്. അത് നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ഇപ്പോൾ എവിടെയാണ്, ഇനി എങ്ങോട്ടാണ്? ഈ 3 ചോദ്യത്തിന് ഉത്തരം എന്നുള്ളത് സയൻറ്റിഫിക് ആയിട്ട് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. അതിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന സെലസ്റ്റിയൽ ബോഡി, അതിൻ്റെ ഏറ്റവും അടുത്ത സെലസ്റ്റിയൽ ബോഡി എന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ നല്ല രാത്രിയിൽ വളരെ പ്രകാശവും ഇതാണ്. ഇപ്പം നമ്മൾ പല ക്യാമറ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെയല്ല, ഒരു ആഷ് കളറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിവ് വേണം. ഈ ചന്ദ്രൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഓഷ്യനിലെ അലകളും കാറ്റും പല നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് അറിയണം. ഈ പ്ലാനറ്റ് എന്തുകൊണ്ട് കറങ്ങുന്നത്, എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇതിലോട്ട് പല ഗവേഷണം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഗവൺമെൻറ്റും നമ്മുടെ ISROവും ആദ്യം തൊട്ടേ ചന്ദ്രയാൻ ഒരു നീണ്ടകാല ഒരു പദ്ധതിയായിട്ടാണ് തുടങ്ങിയത്. ആദ്യം ചന്ദ്രയാൻ 1 എങ്ങനെയെങ്കിലും അവിടെ എത്തുക, ചന്ദ്രയാൻ 2 ഇറങ്ങി നോക്കുക, നമ്മുടെ ചന്ദ്രനെ കുറിച്ച് നന്നായിട്ട് അറിയുക. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഇന്ന് ചന്ദ്രയാൻ 2 ഇരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇതിലാണ് നമ്മുടെ ചന്ദ്രയാൻ 3 നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റിയത്. അടുത്തത് കുറച്ച് സാമ്പിൾസ് അവിടെ നിന്ന് കൊണ്ടുവരിക, തിരിച്ചു വരിക. ഇതെന്തെന്നറിയാം, നമ്മുടെ ഒരാളിനെ, ഇന്ത്യൻ പൗരനെ ചന്ദ്രനിലോട്ട് പോയിട്ട് തിരിച്ചു വരാനുള്ളതിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള പ്രോഗ്രാമാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. 2040 നമ്മൾ ചന്ദ്രനിൽ പോയി വരാനുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. മാഡം, ഇങ്ങനെ സാറിൻ്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ എല്ലാ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരെക്കുറിച്ചും പരാതികളുണ്ടാകും. ശാസ്ത്രജ്ഞന്മാരെങ്ങനെയാണ്? ഇദ്ദേഹം വീട്ടിൽ ഈ ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണോ കൂടുതൽ സംസാരിക്കാറുള്ളത്? അങ്ങനെയില്ല, എല്ലാ കാര്യവും സംസാരിക്കും. ഈവൻ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഹി ഷെയർസ് വിത്ത് മീ ആൻഡ് പിള്ളേരുടെ കൂടെ എല്ലാവരുടെ കൂടെ അങ്ങനെ
he shares all his experiences and whatever he does in office. അങ്ങനെ we also know something about what he does. അതാണ് ബേസിക്കലി ഒരു ബാങ്കിങ് മേഖലയിൽ നിന്നാണ് ഈ രണ്ട് ജോലിയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും അത് അതിൻ്റെതായ ടെൻഷൻ കൂടുതലുള്ള ജോലിയാണല്ലോ. അങ്ങനെയില്ല, we were able to manage. Actually, he is actually a very good father. He is actually a very good son. അങ്ങനെ എല്ലാം കൂടെ ഈവൻ ഫാമിലി ലൈഫും കൂടെ ഹി ബാലൻസസ്. ബട്ട് ഇപ്പോൾ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമാണ്. ഹി ഈസ് നോട്ട് ഏബിൾ ടു സ്പെൻഡ് മച്ച് ടൈം വിത്ത് അസ്. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ, വി ആർ ഓൾസോ ഫൈൻ വിത്ത് ഇറ്റ്. അതെ, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു കുടുംബം ഉണ്ടെന്നുള്ളതാണ് ഈ ഇത്തരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സാർ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ആണല്ലോ പ്രധാനമായും. ഒരുപാട് സമയം നമ്മളുടെ തൊഴിൽ മേഖലയിൽ ചിലവഴിക്കുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങയുടെ ഈ ജീവിതത്തിൽ കുടുംബം ചെലുത്തിയ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? കുടുംബം വളരെ പ്രധാനപ്പെട്ടത്, അല്ലെ? ഒരു സംശയവുമില്ല. കുടുംബത്തിൻ്റെയും അവരുടെ പിന്തുണയും അവരുടെ സാക്രിഫൈസും നമ്മൾ മനസ്സിലാക്കുക, നമ്മളും അവരെ മനസ്സിലാക്കുക. ജോലി തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കാൻ പറ്റാതെ ചില സന്ദർഭങ്ങൾ കാണും. അത് അവരും മനസ്സിലാക്കി നമുക്ക് പിന്തുണ കൊടുക്കുന്നതിലാണ് നമുക്ക് ഈ മുമ്പോട്ട് പോകാനുള്ളതിൻ്റെ ഒരു ഉന്മേഷം എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഞാനും വൈഫും 2 പിള്ളേരുമായിരുന്നു തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. പല ഘട്ടങ്ങളിൽ പലർക്കും ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിങ് മേഖലയാണ്, 9:30 ഓഫീസിൽ ഇരുന്നേ പറ്റൂ. നമുക്ക് ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷൻ ആണ് നമ്മുടെ മേഖല. പക്ഷേ വൈകിട്ട് വരുമ്പോൾ എന്തായാലും താമസിക്കും. അവരും വരാൻ കുറച്ച് താമസിക്കും. പിള്ളേരും കുറച്ച് സമയം എൻ്റെ അച്ഛനെയും 1-2 പ്രാവശ്യം സഹായിച്ചാലും മൈ വൈഫ് റിയലി 40 കിലോമീറ്റർ യാത്രയാക്കണം. നമ്മുടെ തിരുവനന്തപുരത്ത് കളിയാക്കാവിടെയാണ് അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വട്ടിയൂർക്കാവിലും കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഞാൻ പറയും, ഈ പ്രയാസം എന്ന് പറയുന്നത് നമ്മളത് നോക്കേണ്ടതാണ്. അതിൽ വഴിമാറി രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ അതിനെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അതിനകത്ത് കിട്ടും. ആ ഇതിൽ ഐ എം വെരി ലക്കി. ഞാൻ പറയണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പല കാര്യങ്ങളിലും എൻ്റെ ഫാമിലി, എൻ്റെ പിള്ളേരും എൻ്റെ കാര്യം മനസ്സിലാക്കിയെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ടൂറും ഇതൊക്കെ പോകുമ്പോഴും അവർ സഹായിച്ചിട്ടുണ്ട്. തിരികെ ഈ സ്പേസിൻ്റെ മേഖലയിലേക്ക് വരാം. നമുക്കറിയാം, ഇപ്പം നമ്മുടെ പുതിയ തലമുറ വളരെ ഗൗരവത്തോടെ സ്പേസ് എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് പഠിക്കുകയും അടുത്തറിയാനുമുള്ള താല്പര്യങ്ങളും ജേണലുകളും ഒക്കെ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നൊരു കാലം കൂടിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പുതുതലമുറയുടെ ഈ ഒരു മേഖലയിലെ പഠനത്തെക്കുറിച്ച് അങ്ങേക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണ്? സ്പേസിനെ കുറിച്ച് ആദ്യം പറയേണ്ടത്, ഈ സ്പേസ് ഒരു ലിമിറ്റ്ലെസ് ആണ്. ഇതിനൊരു അന്തവുമില്ല ആദ്യവുമില്ല. നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു ചൊല്ലാണ്. വളരെ പ്രധാനപ്പെട്ട എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, ഇത് ഇപ്പോഴും ഈ വിഷയത്തിൽ ഈ മേഖല, സ്പേസ് എന്ന് പറയുന്ന മേഖലയില്ല. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടും. എർത്തിൻ്റെ വാർമിംഗ് അപ്പ്, ഭൂമി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനൊന്ന് റേറ്റ് ഓഫ് ഹീറ്റിങ്ങിന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ഭൂമിയെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ ആകാശം ഒരു 5th എലിമെൻറ്റ്, വാട്ടർ എലിമെൻറ്റ് നമ്മുടെ ഇതിൽ പഠിക്കുമ്പോൾ അവിടെ വലിയൊരിതുണ്ട്. നമുക്ക് 50 കൊല്ലം കഴിഞ്ഞാൽ നമുക്കൊരു 10-20,000 പേര് അവിടെ താമസിക്കാൻ പറ്റുമോ സ്പേസിൽ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ബബിൾ ഉണ്ടാക്കുകയാണ്, പൊല്യൂഷൻ ഫ്രീ. അതിനകത്ത് ഓക്സിജൻ കാണും, കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടത്ര കാണും, സോയിൽ കാണും, നിങ്ങൾക്ക് വേണ്ടിയ കൃഷി ചെയ്യാനുള്ള സ്ഥലം കാണും. ഒരു 100 മീറ്റർ ബൈ 50 മീറ്റർ. നിങ്ങളിവിടെ എസ്റ്റേറ്റൊക്കെ വേണമെന്ന് പറയുന്ന പോലെ ഒരു 100 മീറ്റർ 50 മീറ്റർ എസ്റ്റേറ്റ്, അതിന് ഒരു തിൻ ഫിലിം ബബിൾ, അതിന് UV റേഡിയേഷൻ ഒഴിച്ച് ബാക്കി ഒരു പൊല്യൂഷനും ഇല്ല. ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങൾക്ക് വേണ്ടിയ ഒരു ഇൻഫ്ലേറ്റബിൾ വീട്, എല്ലാ ആവശ്യങ്ങളും, പല കൃഷികളും. ഇപ്പോഴത്തെ നമ്മുടെ ആക്സിയം മിഷനിലും നമ്മുടെ ഗഗൻയാൻ ക്രാഫ്റ്റ്, ഈ പോയം എന്ന് പറഞ്ഞ PSLൽ കുറേ സീഡ്സൊക്കെ സ്പേസ് എങ്ങനെ വരുമോ എന്നിപ്പോൾ 5ാമത്തെ ദിവസം 2 ഇല പുറത്തു വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഗവേഷണത്തെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരാം. ഒരു 50-70 കൊല്ലത്തിന് മുമ്പ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സ്പേസിൽ താമസിക്കാൻ തുടങ്ങും. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിലോട്ട് മേഖലയിൽ സ്പേസിൽ ലോഞ്ച് വെഹിക്കിൾ, ഈ സ്പേസ് ക്രാഫ്റ്റ്, സ്പേസ് അസറ്റ്, ഈ ഹാബിറ്റബിൾ മോഡ്യൂൾസ്, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം. അവിടെ ചെന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുക. എനിക്കിഷ്ടമുള്ള സമയത്ത് സ്പേസിൽ നിന്ന് ഭൂമിയിലോട്ട് വരിക, തിരിച്ചു പോവുക, ഇതൊക്കെ
സാധ്യമാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 175 കൊല്ലത്തിന് മുമ്പ് ഗാന്ധിജിക്ക് ബാംബെ നിന്ന് ലണ്ടനിൽ ഫസ്റ്റ് റൗണ്ട് ടേബിൾ പോകാൻ 6 മാസം എടുത്തു കപ്പലിൽ. അതേ 150 കൊല്ലം കഴിഞ്ഞപ്പോൾ വെറും 6 മണിക്കൂറാണ് ബാംബെ ടു ലണ്ടൻ. അതുപോലെ ഇത് പോകുന്ന വഴികളെല്ലാം കുറയും. നമ്മൾ അതിനോട്ടുള്ള റിസർച്ചും ഈ സയൻസ് മേഖലകളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 1-2 പല ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലിരിക്കുകയാണ്. ഞാൻ എപ്പോഴും യങ്ങർ ജനറേഷനെ നോക്കിക്കഴിഞ്ഞ് ജലസാണ്. ഇന്ന് പലരും നമുക്ക് എല്ലാം പഠിച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇനി അഡ്വൈസ് ചെയ്യാനുള്ള പ്രായമുള്ളൂ. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ വരുന്ന പോലെ തലമുറയ്ക്കാണ്. അപ്പോൾ നിങ്ങളുടെ തലമുറയുടെ കയ്യിലാണ് ഇന്ന് ഇന്ത്യക്ക് ഇത് എവിടെ കൊണ്ടുപോകാം, എങ്ങനത്തെ രീതിയിൽ ഈ മേഖലയിൽ റിസർച്ച് ചെയ്യാന്നുള്ളതൊക്കെ ഉള്ളത്. ഈ നമ്മുടെ കൂട്ടുകാർക്ക് സാറിനെ കാണുമ്പോൾ ചോദിക്കാൻ ചില ചോദ്യങ്ങളായിട്ടൊക്കെയാണ് അങ്ങനെയല്ലേ വന്നേക്കുന്നത്. എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സാറിലേക്ക് മടങ്ങിയത്. ആരാണ് ചോദിക്കുന്നത്? പേര് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. നമസ്കാരം സാർ, എൻ്റെ പേര് സൗപർണിക. പണ്ട് കാലത്ത് മലയാള തനിമയോടൊപ്പം നമ്മൾ ഓണങ്ങൾ ആഘോഷിച്ചിരുന്നു. അതുപോലെ ഇന്നത്തെ മോഡേൺ രീതിയിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. സാറിന് മലയാള തനിമയോടുള്ള ഓണമാണോ അതോ ഇന്നത്തെ മോഡേൺ ഓണമാണോ കൂടുതൽ താല്പര്യം? അതിൻ്റെ കാരണം വിശദീകരിക്കാമോ? നല്ല ചോദ്യം. നമ്മൾ ഇതുവരെ വന്നത് രീതിയുണ്ട്. ഈ ഗോൾഡൻ ഡേയ്സോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഒരു കാലഘട്ടം, ഒരു സമയമായതുകൊണ്ട് മാത്രമാണ് പഴയതെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ആ വാല്യൂസ്, നമ്മൾ ചെയ്യുന്ന രീതി, നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മളുടെ രീതി, ജീവിത രീതി, ഇതൊരു 2000 കൊല്ലമായിട്ടും റിഫൈൻ ചെയ്ത് വരുന്ന ഒരു സിവിലൈസേഷനാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ അതിലോട്ട് വരുമ്പോൾ, ഇനിയിപ്പോൾ മോഡേൺ വേൾഡ് വരുമ്പോൾ ഇത് ഒരു റിഫൈൻമെൻറ്റാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ലോകത്തിൻ്റെ കൂടെ നമ്മൾ ചലിച്ചേ പറ്റൂ. അപ്പോൾ ഈ കൂടെ പോകുമ്പോൾ കുറേ അഡാപ്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഇതിലോട്ട് ഒരു ഒത്തൊരുമ വേണം, ചേർന്ന് തന്നെ പോകണം. ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദെൻ ടെക്നോളജിയുടെ പല പോസിറ്റീവ് ആസ്പെക്ട് നമ്മൾ ഉൾക്കൊള്ളത് തന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി, ഞാൻ പണ്ട് എനിക്ക് സൈക്കിളിൽ ഞാൻ പോകുള്ളൂ, ഇപ്പോഴും നിങ്ങൾ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമോ? ഇല്ല. അപ്പോൾ ഇതുപോലെ ഈ മാറ്റങ്ങൾ കാണുക. പക്ഷെ അതേസമയം തിരക്ക് കൂടിയ ജീവിതമായിപ്പോയി. എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് 2-3 വിഷയങ്ങളാണ് ഒരു ദിവസം കിട്ടണമെങ്കിൽ ഇന്ന് 100-150 വിഷയങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു പേടകത്തിൽ, ഒരു മൊബൈൽ ഫോണിൽ നിന്നുള്ള പേടകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എത് ശരി തെറ്റെന്ന് കാണാൻ ഉള്ള പക്വത കാണിക്കുകയാണെങ്കിൽ പഴയത് ട്രഡീഷണൽ വിസ്ഡം വേണം. അത് എപ്പോഴും നിലനിൽക്കും. പക്ഷേ അതിൻ്റെ കൂടെ ഏത് ആവശ്യം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ലൈഫ് വിൽ ബി ബ്ലിസ്. യു ക്യാൻ എൻജോയ് ബോത്ത് വേൾഡ്, ദ ട്രഡീഷണൽ ആസ് വെൽ ആസ് വാട്ട് ഈസ് എ മോഡേൺ അഡാപ്റ്റ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആർക്കാണ്? നമസ്കാരം സർ, ഞാൻ നന്ദിത. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. സാറിന് ഓണമെന്ന് കേൾക്കുമ്പോൾ വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? ചെറുപ്പം കാലം തൊട്ട് കേരളത്തിലായതുകൊണ്ട് അവധി കിട്ടുക എന്നുള്ളതാണ് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം. അതിലും വളരെ സന്തോഷമുള്ളത് പരീക്ഷ നേരത്തെ കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ഈ 10 ദിവസം അടിച്ചു പൊളിക്കാം. എൻ്റെ ചെറുപ്പകാലത്തുള്ള ഓണം എന്ന് പറയുന്നത് കുറച്ച് ധൃതി കൂടി, ഒരു സ്പീഡില്ലായിരുന്നു. ഇപ്പോഴുള്ളത് ഈ 3 ഓണം വന്നു പോണത് അറിയുന്നില്ല. പക്ഷെ അന്ന് 4-5 ദിവസത്തിൻ്റെ ആ പ്രിപ്പറേഷൻ, ഊഞ്ഞാലൊക്കെ പണിയുക, അമ്മയുടെ അടുത്ത് വഴക്ക് കേൾക്കുക, ഇവിടെ ഈ മരത്തിൽ ചെയ്യരുത്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിള്ളേരായിട്ട്. വി ഹാഡ് ടൈം. ഞാൻ അതേ പറയുന്നത്, നമുക്ക് സമയമുണ്ടായിരുന്നു എനിക്ക് തോന്നി. ഊഞ്ഞാൽ പണിയുക, ഈ പൂക്കളുടെ ആരുടെ വീട്ടിൽ ചെന്ന ആരോട് ചോദിക്കാതെ ഇതൊക്കെ. ബിക്കോസ് അന്ന് എല്ലാവർക്കും വീടുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു നമ്മൾ പോകാൻ. 10 പൈസ കൊടുത്താൽ 2 മണിക്കൂർ സൈക്കിൾ കിട്ടും വാടകയ്ക്ക്. അതെടുത്തുകൊണ്ട് പോയി കറങ്ങുക, സ്ഥലം കണ്ടറിയുക, ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ. അത് ലെയ്ഡ് ബാക്ക് ജീവിതമാണ്. അപ്പോൾ ആ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് നേടാൻ പറ്റി. നമ്മൾ ഒരുപാട് നേരം ഫ്രണ്ട്സുമായിട്ട് ചിലവാക്കുകയാണ്. അത് ഈ സമയത്തിൽ ആ ഫ്രണ്ട്ഷിപ്പ്, അതേ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടുത്ത് ഇന്ന് ഇത്രയും നേരം ചിലവാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ അത് സ്പീഡ് കൂടിപ്പോയതുപോലെ ഒരു സദ്യ വേണം, എല്ലാവരും കൂടിയ പെട്ടെന്ന് ഒരു എന്തോ ടൈം ടേബിൾ ഇട്ട് ചെയ്തതുപോലെ. പക്ഷേ അത് മാറ്റത്തിൻ്റെ ഒരു രീതിയാണ്, എല്ലാവർക്കും ധൃതിയാണ്. പക്ഷെ നമ്മളത് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. സോ ഓൾവേസ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന്, നമ്മുടെ ഫാമിലി റിലേഷനും കൂടെ ചേർന്ന് ആഘോഷിക്കുക എന്നുള്ളത് ഈ ഒരു സമയം കണ്ടെത്തിയേ പറ്റൂ. അത് കണ്ടെത്താനുള്ള അവസരമായിട്ടാണ് ഞാൻ ഓണം എപ്പോഴും കാണുന്നത്.
സാറേ, ഈ അക്കാഡമിക്കലായുള്ള ഒന്ന് രണ്ട് ചില കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഇന്ത്യക്കാർ വലിയ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന പ്രോജക്റ്റുകളുണ്ടല്ലോ, ചന്ദ്രയാൻ 3 അല്ലെങ്കിൽ ഗഗൻയാൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രോജക്റ്റുകളുടെ അമരത്ത് താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റുകളെക്കുറിച്ച് അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സത്ത ചോരാതെ പ്രേക്ഷകരോട് സംവദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു നിലവിലെ അവസ്ഥ എപ്രകാരമാണ്? ഞാൻ ചന്ദ്രയാൻ 4 എന്നാണ് ഇപ്പോൾ ബാംഗ്ലൂർ സെൻറ്റർ നേതൃത്വം നൽകി നമ്മൾ ഇവിടെ നിന്ന് സ്പേസിൽ പോയി കറങ്ങി ചന്ദ്രനിൽ പോയി ചന്ദ്രന് താഴെ ഇറങ്ങുക, കുറച്ച് സാധനങ്ങളും കുറച്ച് ഗവേഷണവും ചെയ്ത് കുറച്ച് സാമ്പിൾസ് തിരിച്ചു കൊണ്ടുവന്ന് ആ പേടകത്ത് വഴി വീണ്ടും ഭൂമിക്ക് അരികെ വന്ന് ഭൂമിയിലോട്ട് ഇറങ്ങുകയാണ്, സേഫായിട്ട് ഇറങ്ങുക. ഇതെന്ന് പറയുന്നത് സിമ്പിൾ ടൈമിൽ പറയാം, 0 കിലോമീറ്റർ ഫ്രം ഷാർ, 7 കിലോമീറ്റർ പെർ സെക്കൻഡ്, 27,000 കിലോമീറ്റർ പെർ അവർ, 27,000 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ എത്തുക, ഭൂമിക്ക് ഇറങ്ങുക, അവിടെ നിന്ന് 3.5 ലക്ഷം കിലോമീറ്റർ ചലിച്ച് ചന്ദ്രനിലോട്ട് എത്തുക, 3 കിലോമീറ്റർ പെർ സെക്കൻഡായിട്ട് സ്പീഡ് കുറയ്ക്കുക, എന്നിട്ട് ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ 0 കിലോമീറ്റർ ആവുക, വീണ്ടും അവിടെ നിന്ന് 0 കിലോമീറ്റർ നിന്ന് ഉയർന്ന് 1.5 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിക്ക് പെർ സെക്കൻഡിൽ, അതായത് 10,000 കിലോമീറ്റർ പെർ സെക്കൻഡ്, എന്നിട്ട് നേരെ ഭൂമിയിലോട്ട് ഇറങ്ങുക, ഇവിടെ നിന്ന് ഭൂമിയുടെ അടുത്ത് വന്നിട്ട് ഭൂമിയിൽ നിന്ന് 3 കിലോമീറ്റർ പെർ സെക്കൻഡ്, അത് കഴിഞ്ഞാൽ നമ്മുടെ 12,000 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നിന്ന് കുറച്ച് അന്തരീക്ഷം വഴി കേടുകൂടാതെ ഭൂമിയിൽ 0 കിലോമീറ്റർ സ്പീഡിൽ സേഫായിട്ട് ഇറങ്ങുക. പറഞ്ഞപ്പോൾ മാത്തമാറ്റിക്സ് മനസ്സിലായില്ലേ എൻ്റെ ഈക്വേഷൻസ്? എല്ലാവരുടെ മുഖത്തെങ്കിലും ഒരു അമ്പരപ്പായിരുന്നുണ്ടായിരുന്നു സാറിൻ്റെ ഈ കണക്കുകൾ കേട്ടിട്ട്. സാർ, അതുപോലൊപ്പം തന്നെയാണല്ലോ ഗഗൻയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന കാര്യം. ഗഗൻയാൻ നമ്മൾ ഒരു പേടകം, അതിനകത്ത് മനുഷ്യർ ആകാശത്തിൽ പോയി വരിക, എന്നിട്ട് തിരിച്ചു വരിക. ഇതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം. ഇന്നും പല എക്സ്പെരിമെൻറ്റ് ഭൂമിയിൽ ഗ്രാവിറ്റി കാരണം ചെയ്യുന്നത്, ചില മൈക്രോ ഗ്രാവിറ്റി നമ്മൾ റിസർച്ച് മൂലം കണ്ടെത്തിയത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെഡിസിൻ ആവട്ടെ, ക്രോപ്സ് ആവട്ടെ, ജെർമിനേഷൻ ആവട്ടെ, പല പല കാര്യങ്ങൾ. നമുക്ക് വെറൈറ്റി ഓഫ് സീഡ്സ് ഇങ്ങനെയൊക്കെ വേണം. അതായത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിനും ഈ സിവിലൈസേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഹ്യൂമാനിറ്റിയുടെ ജനം ഫിസിക്കലായിട്ട് നിലനിർത്താൻ നമുക്ക് ഒരുപാട് ഗവേഷണം സ്പേസിൽ പോയേ പറ്റൂ. ഈ ഭൂമിയുടെ നമുക്ക് മതിയാവില്ല, ബിക്കോസ് ഹ്യൂമൻസ് ആർ ഗ്രീഡി. അപ്പോൾ നമ്മളടുത്ത് ഈ ഗവേഷണം ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 400 കിലോമീറ്ററിൻ്റെ റേഡിയസിൽ നമ്മൾ ഒരു പേടകത്തിൽ 2-3 പേര് പുറമെ സ്പേസിലോട്ട് തിരിച്ചു വരിക എന്നാണ് ആദ്യത്തെ ഘട്ടം. ഇതിൻ്റെ ഫോളോ ഓൺ ആയിട്ട് നമ്മൾ ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കും. അതിനകത്ത് നമ്മൾ ഇത് പോയി വരാനുള്ള, അതാണ് ഈ സ്പേഡെക്സിൻ്റെ ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റും ഇടയ്ക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ പേടകത്ത് മനുഷ്യരെ പോയി ആ സ്പേസ് സ്റ്റേഷനിൽ പോയി അവിടെ ജോലി ചെയ്ത് തിരിച്ചു വരിക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഈ നിയർ പെർഫെക്റ്റ് ജോമെട്രി ഷേപ്പ് എന്നൊക്കെ പറയും. പിന്നെ പല എക്സ്പെരിമെൻറ്റ് അവിടെ ചെയ്തൊക്കെ വരാൻ പറ്റും. അങ്ങനെ ഒരു സ്പേസ് സ്റ്റേഷൻ വരിക. നാളെ ആ സ്പേസ് സ്റ്റേഷൻ ഒരു ഈ ടെമ്പററി ട്രാവലിംഗ് പോയിൻ്റാണ് ചന്ദ്രനിലോട്ട് പോകാൻ. ഇങ്ങനെ പല, അതായത് ഒന്ന് ആലോചിക്കുക, ഞാൻ പോകുന്നു ചന്ദ്രനിലോട്ട് പോകുന്നു, ഇന്ന് എനിക്ക് 30 ടണ്ണ് 50 ടണ്ണുള്ള സാധനങ്ങൾ വേണം. പക്ഷേ ഞാൻ പോകുന്ന വഴിയിലൊക്കെ പെട്രോൾ ബങ്ക് പോലെ കുറേ ഗ്യാസ് സ്റ്റേഷൻ, ഒരു സങ്കല്പിക്കുക, സ്റ്റേഷൻസ് വയ്ക്കുക, എനർജി സ്റ്റേഷൻസ് വയ്ക്കുക. ഒவ்வொரு സ്ഥലമായിട്ട് പോയി എനർജി സ്റ്റേപ്പ് ചെയ്ത് പതുക്കെ എത്തിയാലും നമുക്ക് ഒരു ട്രാവലിംഗ് കൺസെപ്റ്റ് കിട്ടിയല്ലോ അല്ലേ? ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകണം, വഴിയിലൊന്നും പെട്രോൾ ബങ്ക് ഇല്ല, എന്ത് ചെയ്യും? പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം ചുവന്നോണം പോകാം. ഇപ്പോൾ ഞാൻ പെട്രോൾ ബങ്ക് ഉള്ളതുകൊണ്ട് അപ്പോൾ ഫ്യൂൽ അടിച്ച് പോവുകയാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഇങ്ങനത്തെ ഒരു ഗവേഷണത്തിൻ്റെ ഒരു ആദ്യ ഘട്ടങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു തോട്ട് പ്രോസസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം, പിള്ളേർക്ക് വേണ്ടി ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സങ്കല്പത്തിൻ്റെ ആദ്യഘട്ടങ്ങളുടെ ഒരു ഗവേഷണമാണ് ഇത്. നമുക്ക് ഈ ടെക്നോളജി കയ്യിലാക്കിയേ എടുത്തേ പറ്റും. അതോടൊപ്പം തന്നെയാണ് സൂര്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ ആശയങ്ങളെയും മാറ്റിമറിക്കുന്നത്. ആദിത്യ എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന തലത്തിലുള്ള കാര്യങ്ങൾ. തീർച്ചയായും ആദിത്യ നമ്മൾ പറയുന്നത് ഏതൊരു പഠിക്കുന്ന പോലെ ഈ സൂര്യൻ ഇത് എപ്പോഴും കാണുമോ, എന്നേക്കും ഇത് ഈ ചൂടും വെളിച്ചവും തരുമോ, അത് ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ 1% ഡിസ്റ്റൻസ് മുമ്പോട്ട് പോയി അതാണ് L1 പോയിന്റ് എന്ന് പറയുന്നത്, ലാഗ്രാഞ്ചിയൻ പോയിന്റ്. അതായത് സൂര്യനും ഭൂമിയും ചെറുതായിട്ട് ചന്ദ്രനും പല ഗ്രാവിറ്റേഷൻ ഫീൽഡിലുള്ള ഒരു ഈക്വേഷനിൽ ഒരു
സ്റ്റഡി പോയിൻ്റ് ഉണ്ട്. അവിടെ കൊണ്ട് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളും. ചെറിയ ഒരു ചലനത്തെ ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ മാത്രം ചെയ്തു തന്നെ അത് അവിടെ ഇരുന്നുകൊണ്ട് സ്റ്റഡി ചെയ്യും. അപ്പോൾ അതിൻ്റെ കൊറോണ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ചന്ദ്രന് ഭൂമിയും മറയുമ്പോൾ ആ സൂര്യൻ്റെ കൊറോണയും അതിൻ്റെ ഹീറ്റ് വേവ്സ് വരുന്ന രീതി കുറച്ചുകൂടെ അടുത്ത് നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ കിട്ടുന്ന ഇതെന്ന് വെച്ചാൽ നമ്മുടെ പവർ ഇൻറ്റൻസിറ്റി, സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി, ഇതിൻ്റെ കഴിവ് എത്ര, റേറ്റ്, നമ്മൾ റേറ്റ് പഠിക്കാൻ നോക്കണം. ഇഷ്ടംപോലെ ഡേറ്റ വന്നിട്ടുണ്ട്. ഇന്ന് ലോകം മുഴുക്കുള്ള സയൻറ്റിസ്റ്റ് അത് ആ ഡേറ്റ എടുത്ത് ഒന്ന് നോക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി സാറിനോട് കൂടുതൽ ചോദിക്കാനുള്ള കൂട്ടുകാർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം സർ, എൻ്റെ പേര് ഋത്വിക ജി നായർ. ഓണസദ്യയിൽ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട വിഭവം എന്താണ്? എല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്നതൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലേ? ഐ ലൈക്ക് ട്രഡീഷണൽ ഫുഡ്. ചോറും ഇത് എനിക്ക് എന്നും വിജയുടെ ചോദിക്കും, വിജയ പറയും. മേഡം, എങ്ങനെയാണ് ഓണക്കാലത്ത് ഓണസദ്യ ഒക്കെ ഒരുക്കി ഓണത്തിൻ്റെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്? എങ്ങനെയാണ് ഓണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ പങ്കുവെക്കുന്നത്? വീട്ടിൽ ആസ് യൂഷ്വൽ ഓണസദ്യ ഉണ്ടാക്കും. സാർ ഒരു ഭക്ഷണപ്രേമിയാണോ അതോ? അതെ, ആണല്ലേ? സാർക്ക് ചോറും സാമ്പാറും ഉണ്ടെങ്കിൽ മതി. പിന്നെ ഒരു അവിയൽ, തോരൻ, അങ്ങനെയാണ് ഇഷ്ടം കഴിക്കാൻ. വേറെ ഒന്നുമില്ല. എന്തായാലും ഇത് ഓണക്കാലമാണ്. നമ്മുടെ കൂട്ടുകാർ ഒരു ചെറിയൊരു ഓണപ്പാട്ടോടുകൂടി നമുക്ക് ഈ സംഭാഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. കുട്ടികൾ തയ്യാറാണ്? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാനെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നമുക്ക് സാറുമായി സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയുന്നുണ്ട്. സാർ, പ്രധാനമായും സാറിനെ കാണുമ്പോൾ ചോദിക്കാനിരുന്ന കാര്യം വാർത്താമാധ്യമങ്ങളിൽ വായിച്ചറിഞ്ഞതാണ്. ഈ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടു കൂടി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ സഹകരണത്തോടു കൂടിയുള്ള ഇന്നവേറ്റീവായ കാൽവെപ്പുകൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നു. ഒരു പക്ഷേ അതിന് താങ്കൾ വ്യക്തിപരമായി കൂടുതൽ അടുപ്പം കാണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഒരു സർക്കാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ നിന്ന് പുറത്തേക്ക് ഈ ഒരു മേഖലയുടെ വളർച്ചയെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അത് കൂടുതൽ ഗുണകരമായ ഒന്നാണ്? തീർച്ചയായും. ആദ്യം കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗവേഷണത്തിൽ ഗവൺമെൻറ്റാണ് മുൻതൂക്കം കൊടുത്ത് ഈ ഫണ്ടിങ് ഒക്കെ ചെയ്ത് ISR എന്നുള്ള സ്ഥാപനമൊക്കെ ഉണ്ടായി, ഡിപ്പാർട്ട്മെൻറ്റ് സ്പേസ്. അപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ്റാണ് ഇത് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ ടെക്നോളജിയൊക്കെ ഒരു ലെവൽ വരെ ഒരു നമുക്ക് കഴിവുണ്ട്, ചെയ്യാൻ പറ്റും. സ്പേസ് അതായത് പേടകങ്ങൾ സ്പേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ഡേറ്റകൾ തരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് വന്നു. ഇന്ന് നമ്മുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 8 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം. റവന്യൂസ് 8 ബില്യൺ. ഇനി ഈ റിസർച്ചിൽ ഒരുപാട് കമേഴ്ഷ്യൽ ആസ്പെക്റ്റും നമുക്ക് സ്ട്രാറ്റജി റിക്വയർമെൻറ്റും ഉള്ള കാലഘട്ടം വന്നപ്പോൾ ഗവൺമെൻറ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ്റിന് ചില കാര്യങ്ങളുണ്ട്. കാമേഴ്സ് ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ പോയി ഇതിലോട്ട് ഗവൺമെൻറ് ചെയ്യുന്ന കാലഘട്ടത്തിൽ പലരെയും ഉൾക്കൊള്ളണം. അപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രി ഇതുവരെ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് ഫണ്ട് ചെയ്താലും അതിൻ്റെ ഒരു 70 to 80% വീണ്ടും ഇൻഡസ്ട്രീസിലോട്ടാണ്. ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിക്കാണ് ചെയ്യാൻ പോകുന്നത്. പല ഇന്ത്യയിലെ ഒരു 300-400 ഇൻഡസ്ട്രീസ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്കൊക്കെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഉപദേശം തന്നാണ് അവർ ചെയ്യുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവർ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങണം. ഡിസൈനും അവർ തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെ ഒരു പോളിസി വേണം. അങ്ങനെയാണ് ഗവൺമെൻറ് സ്പേസ് പോളിസി കൊണ്ടുവന്നത്. ആ സ്പേസ് പോളിസി കൊണ്ടുവരുന്നതിൽ പലർക്കും ഈ രീതിയിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ISR എന്നുള്ള ഇന്ത്യൻ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനം നമ്മൾ ആൾറെഡി നമുക്ക് കഴിവുകളുണ്ട്. അപ്പോൾ ഇവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇന്ത്യയിൽ ഇന്ന് 18,000 പേരും ISROയിലും 10-50,000 പേര്
പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഇത് 1 ലക്ഷം 10 ലക്ഷം പേരായിട്ട് മാറിയാലേ ഈ 8 ബില്യൺ ഉള്ളത് 40 ബില്യൺ 45 ബില്യണിൻ്റെ ഒരു റവന്യൂ മാറും. അത് നമ്മുടെ രാജ്യത്തിന് വളരെ നേട്ടമാണ്. അപ്പോൾ ഇന്ന് ഒരു സ്ഥാപനമോ 2 സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കമേഴ്ഷ്യൽ ആസ്പെക്റ്റും ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് എന്താണ് ആവശ്യമനുസരിച്ചാണ് മാർക്കറ്റിൻ്റെ ഇതനുസരിച്ച് നമ്മളിത് കൂട്ടുകയാണ്. അപ്പോൾ പലർക്കും ഇതിലോട്ട് ഈ ഏരിയയിലോട്ട് വരാനുള്ള സാധ്യത ഇത് ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടാണ്. പണ്ട് കമ്പ്യൂട്ടർ വന്നാൽ എനിക്ക് ജോലി പോവുമോ, ഇപ്പം ഇന്ന് കമ്പ്യൂട്ടറിൽ ആരും ജീവിക്കില്ല. ഇന്ന് കമ്പ്യൂട്ടറുകളും ശക്തമായ സാധനമാണ് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇന്ന് ആർക്കും ഇതില്ലാതെ ചെയ്യാൻ പറ്റുമോ? ഈ ഇതുപോലെ സ്പേസ് ക്രാഫ്റ്റുകളും ഇല്ലാതെ പലർക്കറിയാം ഗവർണൻസിൽ പല മേഖലകളും സ്പേസ് ക്രാഫ്റ്റും സ്പേസ് അസറ്റും പോയി വരാനുള്ള കഴിവുകളൊക്കെ വേണം. ഇനി അടുത്ത കാലഘട്ടം ഉപരിപകലും ഇതിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫിൻ്റെ ഈസിനെസ് കൂടും. അപ്പോൾ പല മേഖലകൾ പല ആവശ്യങ്ങൾക്കായി സ്പേസ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രാജ്യത്തിനാണ് നല്ലത്. അപ്പോൾ ഈ റവന്യൂ കൂടുമ്പോൾ ഗവൺമെൻറ്റിനെയാണ് കൂടുതൽ നേട്ടം, നമ്മുടെ ഇന്ത്യ രാജ്യത്തിനാണ് കൂടുതൽ നേട്ടം. അപ്പോൾ 10 ലക്ഷം പേരൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ആ മേഖല എന്തുമാത്രം വളർന്നതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെയാണ് നമ്മുടെ എല്ലാവരും ഈ ഒരു സ്പേസ് പോളിസിയും നമ്മുടെ ISRO പോലത്തെ സാധനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത്. നമ്മുടെ കൂട്ടുകാർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സാറിനോട് ചോദിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഒരല്പം ചൈൽഡിഷാണ്. അതുകൊണ്ട് സാറ് ആ കുട്ടികളുടെ ചോദ്യമായിട്ട് കണ്ടാൽ മതി. എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. ഈ ഇന്ത്യയുടെ വളർച്ചയിൽ അതിൽ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ കാണുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ വളർച്ചയെ എങ്ങനെയാണ് കാണുന്നത്? നല്ല ചോദ്യമാണ് കേട്ടോ, ചൈൽഡിഷ് അതൊന്നുമല്ല. 1960 നമ്മൾ അമേരിക്ക, റഷ്യ ഇങ്ങനെ പല കാലത്ത് നമ്മൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ മത്സരത്തിൽ നിന്നല്ല, നമ്മൾ ഈ സ്പേസ് ടെക്നോളജി കാരണം സാധാരണ ഒരു പൗരന് ഇതിൻ്റെ അപ്ലിക്കേഷൻ അവൻ്റെ ജീവിതത്തിൽ നമുക്കറിയാമോ, ഈ DTH എന്ന് പറയുന്ന സാറാഭായി അന്നേ ആലോചിച്ച ഒരു പദ്ധതിയാണ്. അങ്ങനെയാണ് കൃഷി ദർശനം വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് കാഴ്ചപ്പാടുന്ന വ്യത്യാസ കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് നമ്മൾ സ്പേസ് അപ്ലിക്കേഷൻ തുടങ്ങി വരുമ്പോൾ നമ്മൾ പലരിടത്തും അപ്പോൾ ഈ ഉപകരണം സ്പേസിൽ കൊണ്ടുവരാൻ നമുക്ക് ലോഞ്ച് വെക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ചെറിയ അപ്പാഷെ റാക്കറ്റൊക്കെയാണ് നമ്മൾ USA-നും റഷ്യയിൽ നിന്ന് 1-2 ഫ്രാൻസിൽ നിന്ന് ചെറിയ എക്സ്പെരിമെൻ്റൊക്കെ വാങ്ങിച്ച് ആദ്യമൊക്കെ വിട്ടത് ഇവിടെ തുമ്പ. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. മെല്ലെ ചില ടെക്നോളജി എടുക്കാൻ വേണ്ടി പല കൺട്രിയുമായിട്ട് നമ്മൾ അഗ്രിമെൻ്റ് വെച്ചു. നമ്മൾ അവിടെ ചെന്ന് പണി ചെയ്തു. നമ്മൾ ടെക്നോളജി എന്താണെന്ന് അറിഞ്ഞു. അങ്ങനെ കുറേ എൻജിൻസൊക്കെ ഡെവലപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ച് വെഹിക്കിൾ ഗവേഷണം സ്വന്തമായിട്ട് ചെയ്ത് കുറേ റിസർച്ച് ഫെസിലിറ്റി പല അക്കാഡമിയായും ഇൻഡസ്ട്രിയും നമ്മളും പതുക്കെ മെല്ലെ നമ്മുടെ ക്യാപ്പബിലിറ്റി ഉയർത്തി. ഇത് ചെയ്തു വരുമ്പോൾ ഒരു കാലഘട്ടമാകുമ്പോൾ നമ്മൾ സ്പേസ് ക്രാഫ്റ്റും അമേരിക്കൻ സ്ഥാപനത്തിന് ആദ്യം കമ്മ്യൂണിക്കേഷന് വേണ്ടി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മളത് പഠിച്ചു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് റിമോട്ട് സെൻസിങ്ങും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റും നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് അടുത്തത് അവരുമായിട്ട് ചേർന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് EUTELSAT സാറ്റലൈറ്റൊക്കെ നമ്മൾ WTM ഒക്കെ ഈ യൂറോപ്പുകാർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തത്. അതേസമയത്ത് ലോഞ്ച് വെഹിക്കിൾ പലരുടെ സാറ്റലൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാനുള്ളത് ആയി. അപ്പോൾ ആദ്യം ഒരു റിക്വസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളും ടെക്നോളജിയായിട്ട് ഞങ്ങൾ പങ്കെടുക്കാമെന്ന് പറയുന്നു. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് അവരുമായിട്ട് ഞാൻ ബിസിനസ്സിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുന്നു. അടുത്തത് കോഓപ്പറേഷനാണ്. ഇന്ന് നൈസാർ നമ്മളും അവർ സമമായിട്ട് തീർന്ന് ഒരു കോംപ്ലിമെൻ്ററിയാണ്. അതായത് കോഓപ്പറേഷൻ, റിക്വസ്റ്റ്, നോളജ് ലേണിംഗ്, ടു ഗിവ് ആൻഡ് ഫ്രേ. അടുത്തത് അവരായിട്ട് കോഓപ്പറേഷൻ ചെയ്ത് ബിസിനസ് ഡീൽ. അടുത്തത് കോഓപ്പറേഷൻ, ഇനി കോംപ്ലിമെൻ്ററി. നൈസാറിൽ അവർ ഒരു പേലോഡ് ചെയ്യുന്നു, നമ്മൾ സ്വന്തമായിട്ട് വേറൊരു പേലോഡ് ചെയ്യുന്നു. ഇത് 2 സാറ്റലൈറ്റ് നമ്മുടെയാണ്. നമ്മുടെ ലോഞ്ച് വെഹിക്കിൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജപ്പാൻ, അടുത്തത് ചന്ദ്രയാൻ, അടുത്ത എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ചന്ദ്രനിൽ ഇറങ്ങാനുള്ള കഴിവുണ്ട്, എനിക്ക് റോവറിൽ 1-2 ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററിയാണ്. ഇത് രണ്ടും കോഓപ്പറേഷൻ ആകുമ്പോൾ പലരുടെയും എക്കണോമിയും ഈസിയാവും. 2 പേർക്ക് ആവശ്യമുള്ള എക്സ്പെരിമെൻറ്റും നടക്കും. നമ്മൾ ടെക്നോളജി മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഹ്യൂമാനിറ്റി എൻ്റെ കൺട്രിയിൽ സ്പേസിൽ കോഓപ്പറേഷൻ, കോംപ്ലിമെൻ്ററി എല്ലാം ആവശ്യമാണ്. ഒരു മത്സരബുദ്ധിയോടെ കാണാൻ പറ്റുന്നൊരു മേഖലയല്ല എന്നാണ്. അതാണ് ഞാൻ പറയുന്നത്. മത്സരബുദ്ധിയോടെ കാണുവാണെങ്കിൽ നമ്മൾ തമ്മിൽ ജോലി ചെയ്യുമ്പോൾ ആരാണ് ഫ്രണ്ടിൽ പോകണമെന്നുള്ള ആഗ്രഹമാണ്, അത് കാണും. പക്ഷേ കോഓപ്പറേഷൻ എപ്പോഴും കാണും. അതെല്ലാവർക്കും ആവശ്യമാണ്. ബിക്കോസ് എക്കണോമി വിൽ ടേക്ക് കെയർ.
ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ സേവന കാലയളവ് താങ്കളുടെ പ്രവർത്തന മേഖലയിലെ ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു. അത് ആ ഒരു മേഖലയിലെ എക്സ്പീരിയൻസ് ഈ പുതിയ ദൗത്യത്തിൽ, ഈ പുതിയ ഉത്തരവാദിത്തത്തിൽ എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്? നമ്മളെപ്പോഴും ഒരേ സ്ഥലത്തിൽ ജോലി ചെയ്യുന്നതല്ലേ, നമ്മൾ വിചാരിക്കുന്ന ഇതാണ് ഏറ്റവും മേന്മ കൂടിയ സ്ഥലമാണെന്ന് വിചാരിക്കും. ഞാൻ 6 കൊല്ലമായിട്ടാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നത്. 2019 ജൂലൈ തൊട്ട് 2025 ആഗസ്റ്റ് വരെ. അപ്പോഴും അതൊരു ലോഞ്ച് സെൻറ്ററാണ്. ഇപ്പോൾ VSSC, LPSC എന്ന് പറയുന്ന പല മേഖലയിൽ നിന്നും വരുന്ന സാറ്റലൈറ്റ് എല്ലാം അവിടെ അസംബിൾ ചെയ്തും അവിടെ സോളിഡ് മോട്ടോർസ് അവിടെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സോളിഡ് മോട്ടോർസ് ഉണ്ടാക്കുന്ന സ്ഥലം അവിടെയാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ ആ സ്ഥാപനം, ആ സതീഷ് ധവാൻ സ്പേസ് 45,000 ഏക്കറുള്ള ഒരു ഐലൻഡാണ്. വൈൽഡ് അനിമൽസാണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3,000 പോലും ഇല്ല. അപ്പോൾ വളരെ ശാന്തമോ സൗകര്യമുണ്ട്. നമ്മളെക്കാളും കൂടുതലുള്ളത് വന്യമൃഗങ്ങളാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മൾ അപ്പോൾ അവിടുത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഗവേഷണം എടുത്ത് തീരുമാനിച്ച് ചെയ്യുന്ന ജോലി. ഞാനത് പിള്ളേർക്കും കൂടെ മനസ്സിലാക്കുന്ന രീതിയിലാണ് പറയുന്നത്. എപ്പോഴും പറയും 1,800 കോടി ഒരു ലാഞ്ച് വെഹിക്കിളും സാറ്റലൈറ്റും കൂടെ ചേർന്ന് ഉദ്ദേശം എല്ലാവരും 800 കോടി എന്ന് വെച്ചു. 18,000 പേര് ISROയും 80,000 പേര് സപ്പോർട്ട് ഇൻഡസ്ട്രി കൂടെ സപ്പോർട്ട് ചെയ്ത് 18 മാസം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം 40 ദിവസം കൊണ്ട് അതിൻ്റെ വാല്യൂ അഡീഷൻ ശ്രീഹരിക്കോട്ടയിൽ കൂട്ടുകയാണ്. ഇന്ന് പുറമെ 6 മാസമായിട്ട് സോളിഡ് മോട്ടോർസ് അവിടെ ചെയ്യാണ്. ഇത് അവിടുത്തെ പ്രത്യേകം നിർമ്മാണിച്ച കട്ടടങ്ങളിൽ നമ്മുടെ അസംബ്ലി ബേയിൽ വളരെ സൂക്ഷിതമായി ഇത് അസംബ്ലി ചെയ്യാണ്. ഒവ്വൊരു അസംബ്ലി ആകുമ്പോഴും അതിൻ്റെ വാല്യൂ കൂടുകയാണ്. മൊബൈൽ ഫോണിൻ്റെ പാർട്സ് അതിൻ്റെ ചെറിയ വില, പക്ഷേ അത് അസംബ്ലി ചെയ്യുമ്പോൾ അതിൻ്റെ വില 75,000 90,000. അതുപോലെയാണ് ലാഞ്ച് വെഹിക്കിൾ റെഡിയാവുന്നു, സാറ്റലൈറ്റ് വയ്ക്കണം. 18 മാസം 800 കോടി 80,000 പേര് ജോലി ചെയ്യുന്നു. 18 മാസം ഇത്രയും സമയം. ആ 35 ദിവസത്തിൽ ഒരാളുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർന്നു. അപ്പോൾ നമ്മൾ ആ വാല്യൂ അഡീഷൻ, ഇറ്റ് ഇസ് കാൾഡ് മിലിറ്ററി ചിട്ട പ്ലസ് റിസർച്ച്, ഇത് രണ്ടും കോമ്പിനേഷൻ ചെയ്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ മുൻതൂക്കം അവിടെ കാണാൻ പറ്റും. വളരെ ക്ലിയറാണ്. ചെയ്യാനുള്ള കാര്യം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആരോഗ്യം. അതുകൊണ്ട് മാത്രമാണ് ആ സെൻറ്ററിൻ്റെ പ്രത്യേകത കുറച്ച് വ്യത്യാസം. നമ്മൾ വാല്യൂ അഡീഷൻ പറയും. എന്നിട്ട് ലാഞ്ച് നടക്കണം. അപ്പോൾ കാലാവസ്ഥ കാണണം, കാറ്റുണ്ടാകാൻ നോക്കണം, എയർപോർട്ട് എല്ലാവരുമായിട്ട് സഹകരണം വാങ്ങിക്കണം. ലോകത്ത് എല്ലായിടത്തും ക്ലിയറൻസ് വാങ്ങിച്ച് വെതർ കറക്റ്റായിരുന്നാൽ മാത്രമേ റാക്കറ്റ് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ശ്രീഹരിക്കോട്ട ചെയ്യുന്ന സ്ഥാപന റേഞ്ച് എന്ന് പറയും. ഇത് അവിടെ ചെയ്തു വരുന്ന ആ ശ്രീഹരിക്കോട്ടയല്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതാണ്. കോവിഡ് വന്നപ്പോൾ പോലും നമുക്കവിടെ ഗവൺമെൻറ്റിൽ അവിടെ നമുക്ക് പുതിയ ഒരു എങ്ങനെ ലോഞ്ച് ചെയ്യാൻ പറ്റും. 600 പേർ വരുന്ന 300 പേർ വരുന്ന സ്ഥലത്ത് ലോഞ്ചിന് വേണ്ടി പ്രത്യേകം 600 പേരൊക്കെ വരുന്ന സ്ഥലത്ത് വെറും 100 പേർ കൊണ്ട് ആരും പരസ്പരം ഇൻഫെക്ഷൻ വരാതെ ലാഞ്ചും. അപ്പോൾ നമ്മളതിനും നേതൃത്വം കൊടുക്കാൻ പറ്റി. 2-3 ലാഞ്ച് അവിടെ കോവിഡ് സമയത്ത് ചെയ്യാൻ പറ്റി. അതൊരു ഈ കണ്ടീഷൻ റിസ്ട്രിക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതും ഒരു പാഠമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കോവിഡ് സമയത്തിൽ സംരക്ഷിക്കുക, മെഡിസിൻസ് എങ്ങനെ നൽകുക. നമ്മുടെ ഈ ലിക്വിഡ് ഓക്സിജൻ ഉണ്ട് കയ്യിൽ. അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെ ഒരു മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ് എല്ലാം അവിടെ ചുറ്റിലുള്ള ഹോസ്പിറ്റൽ എങ്ങനെ കൊടുക്കാൻ പറ്റും. എല്ലാ കെമിക്കൽസും ഉണ്ട്. ഒരുപാട് ആൾക്കോൾ സാനിറ്റൈസർ ചെയ്തു പല പോലീസ് സ്റ്റേഷനിൽ വിതരണം ചെയ്തു. മിക്ക പോലീസ് സ്റ്റേഷനിലുള്ളവരാണ് 24 മണിക്കൂറും ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ വിതരണം ചെയ്യുക. സോ നമുക്കിത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്നും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സൊസൈറ്റൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത് ചെയ്യാൻ ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരുന്നതാണ് ഭാഗ്യം. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പറ്റി. 3-4 ലാഞ്ചും ചെയ്തു. വെറും 100 പേര് വെച്ചുകൊണ്ട് ഒരു ഇൻഫെക്ഷനും വരാതെ നമ്മൾ ലാഞ്ചും ചെയ്യിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഏത് ജോലി ചെയ്യുന്ന ആളോടും നമ്മുടെ ജോലിയെ ഒരാളിങ്ങനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഈ താങ്കളുടെ പ്രവർത്തന മേഖല ആലോചിക്കുമ്പോൾ നോക്കൂ, ഒരു രാജ്യം മുഴുവൻ ഇങ്ങനെ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വിക്ഷേപണത്തിന് പുറപ്പെടുമ്പോൾ നമ്മുടെ രാഷ്ട്രതലവൻ മുതൽ നമ്മുടെ മുഴുവൻ എൻ്റയർ സൊസൈറ്റി മുഴുവൻ നോക്കുകയാണ്. അങ്ങനെ ഒരു പേടിയുടെ എലമെൻ്റ് ഉണ്ടാകുമോ ശാസ്ത്രത്തിൽ? സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയാണെന്ന് അറിയുന്നത് തന്നെ നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു
ഇതൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല, ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ചില കഴിവുകളോ ചില ഈ ടീമിന് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ ദൗത്യം നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ദൗത്യം നേരിടുമ്പോൾ നമ്മൾ എല്ലാ പ്രോബ്ലത്തെയും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ടീം വർക്കിൽ ഒരു കോൺഫിഡൻസ്, ആ കോൺഫിഡൻസാണ് നമ്മൾ ഇത്ര ഏത് ദൗത്യവും നേരിടാനുള്ളത്. ഞാൻ എപ്പോഴും ISROയുടെ ടീം വർക്കിനുള്ളത് ഒരു വല്ലാത്തൊരു പ്രത്യേക ഒരു ഇതാണ്. അവിടെ ഒരു ടെക്നിക്കൽ കാര്യത്തിൽ സീനിയർ ജൂനിയർ എന്നുള്ള ഇത് വിഷയമേ ഇല്ല. അവിടെ ജോലി ചെയ്യുന്ന ആ വിഷയത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാണ് എപ്പോഴും മുൻതൂക്കം. അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ബാക്കിയുള്ളവർ എത്ര ക്യാമന്മാരായ ഡയറക്ടറായാലും ചോദിച്ച് മനസ്സിലാക്കുക, അതിനകത്ത് അഡ്വൈസ് കൊടുക്കാം. പക്ഷെ അപ്പോൾ അവർ ആ ഓണർഷിപ്പ് ഉണ്ടല്ലോ, ആ ഓണർഷിപ്പ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയമായിട്ടാണ് ടീം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ എത്ര ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുകയാണ്, മാധ്യമങ്ങളും വിഷയം വരും, എക്സ്പെക്റ്റേഷനാണ്. ബിക്കോസ് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ ഒരു വിഷയമല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ദൗത്യം കാശ് എത്ര കൂടുതൽ എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ആലോചിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ചർച്ച ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉള്ളതാണ്. ആ കോൺഫിഡൻസാണ് നമ്മൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഏകദേശം എത്തുകയാണ്. ഈ പ്രധാനമായും ഉയർന്നു വരുന്ന ചർച്ചകളിലൊന്ന് നമ്മുടെ ഈ സ്കൂൾ തലം മുതലുള്ള കരിക്കുലത്തിൽ ഈ സ്പേസുമായി ബന്ധപ്പെട്ട പഠന ശാഖയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് പല തലങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലമാണ്, കുട്ടികൾക്കെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കരിക്കുലം ഡെവലപ്മെൻറ്റിൻ്റെ ആസ്പെക്റ്റിനെ കുറിച്ച് അങ്ങേക്ക് നൽകാൻ കഴിയുന്ന നിർദ്ദേശം എന്താണ്? തീർച്ചയായും നമ്മൾ ഇപ്പോഴത്തെ കാലത്തിലെ ഗ്രഹങ്ങളും പ്ലാനറ്ററി സിസ്റ്റം ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ പ്ലാനറ്ററി സിസ്റ്റത്തിൽ പോയി വരാനുള്ള യാത്ര കാര്യങ്ങൾ, ഇതിനകത്ത് എവിടെയൊക്കെ ആ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് ആർട്ടിഫിഷ്യലായിട്ട് പേടകങ്ങളെ കൊണ്ട് നമ്മളിങ്ങനെ കിട്ടുകയെന്നുള്ളത് മെല്ലെ മെല്ലെ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് സ്പേസ് ഒരു നിർണായക ഘട്ടമാണ്. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് മെല്ലെ മെല്ലെ അതാത് വയസ്സിൻ്റെ ആ ഏജിന് അനുസരിച്ചുള്ള പഠനം കൊണ്ടുവരണം, ഒരു വിഷയം കൊണ്ടുവരണം എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ തന്നെ കോളേജുകളും ചിലയിലും എലക്റ്റീവ് സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഫോക്കസ്ഡ് സബ്ജക്ട്സും ഉണ്ട്. ചില സമയത്ത് നമ്മൾ എയറോസ്പേസ് മെഡിസിൻ വരെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. മെഡിസിൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് MBBS ഞാൻ നെല്ലൂരിൽ പോയിരുന്നപ്പോൾ നാരായണ കോളേജിൽ ഒരു എയറോസ്പേസ് മെഡിസിൻ ഒരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. ബിക്കോസ് അതൊരു ഇനി വരാൻ പോകുന്ന സമയത്ത് ഈ ബോൺസിൻ്റെ ഒക്കെ സ്റ്റഡിയൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ഉപയോഗപ്പെടും. അങ്ങനെ മെല്ലെ മെല്ലെ കോളേജുകളിലും ഇതിലും എലക്റ്റീവ് സബ്ജക്റ്റ് വരുമ്പോൾ താഴെ അതിൻ്റെ ബേസിക് നോളജ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു വിഷയമായിട്ടും കൊണ്ടുവരാൻ സാധ്യത. മാഡം, മക്കളെങ്ങനെയാണ് ഈ സ്പേസുമായി മേഖലയിലേക്കുള്ള പഠനത്തിൻ്റെ ഒരു താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയോ? എങ്ങനെയാണ് അവരുടെ ഒരു താല്പര്യങ്ങളൊക്കെ? താല്പര്യമുണ്ട്, പക്ഷെ അവർ രണ്ടുപേരും വേറെ ലൈനാണ് ചൂസ് ചെയ്ത് പോയത്. പക്ഷെ അച്ഛൻ്റെ കൂടെ എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യും, ഇപ്പോഴും അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കും. പക്ഷെ അച്ഛൻ്റെ ലൈനില്ല ചൂസ് ചെയ്തത്. ഒരു ശാസ്ത്രത്തിനെ തന്നെ വീട്ടിൽ വലിയ പാടാണെന്ന് തോന്നിക്കാണും മക്കൾക്ക്, അതുകൊണ്ടാണ്. ഇനി മക്കൾക്കാർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എൻ്റെ പേര് ദേവനന്ദ SS. എയറോനോട്ടിക്സ്, എയറോസ്പേസ് എന്നീ മേഖലയിൽ താല്പര്യം തോന്നിയ, അല്ലെങ്കിൽ ഈ മേഖലയിൽ എനിക്ക് മുന്നേറാൻ പറ്റും എന്ന് തോന്നിയ ഒരു പ്രായം, സാഹചര്യം എന്തായിരുന്നു? എനിക്കോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജോലിക്ക് കയറുക 6ാമത്തെ സെമസ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. 7ാമത്തെ സെമസ്റ്ററിൽ പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് പോയി. 7ാമത് അല്ല 8 കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വിളി വന്നു. പക്ഷേ 8ാമത്തെ സെമസ്റ്റർ കഴിയുമ്പോഴാണ് വിളി വന്നത്. ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ വേറെ പല ജോലി ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തായതുകൊണ്ട് ജോയിൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതാണ് ഇത്. ആരും ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ സ്വയമായിട്ടും അന്നത്തെ നല്ല അന്നും ഇന്നും നല്ല സാലറി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതുകൊണ്ട് ആലോചിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ സാമ്പത്തിക ഇതാണ് അന്നത്തെ റിക്വയർമെൻറ്റ്. അപ്പോൾ ജോലി ചെയ്യാനുള്ള അവസരത്തിലും ഒരുപാട് റിസർച്ച് ചെയ്യാനുള്ള അവസരം വന്നു ഒരുപാട് കിട്ടിയായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ ആയിരത്തൊരുങ്ങല്ലേ നമ്മൾ IAS എഴുതാം, IPS എഴുതാം, ഇല്ലെങ്കിൽ പുറത്ത് പോകാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 4-5 കൊല്ലം. പക്ഷേ മെല്ലെ മെല്ലെ ആ റിസർച്ചിലോട്ടുള്ള ആ ഇൻട്രസ്റ്റ് ഒരു 6 മാസത്തിനകത്ത് വരുമ്പോൾ തീർച്ചയായും നമ്മൾ അതിനകത്ത് പിന്നെ നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും ഉത്സാഹിച്ച് നിന്ന് ജോലി ചെയ്യും. അങ്ങനെയാണ്.
ഉണ്ടാവും സാർ. ഇനി ആർക്കെങ്കിലും? നമസ്കാരം സർ, എൻ്റെ പേര് അഭിരാമി. ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരും അവിടുത്തെ കണ്ടുപിടുത്തങ്ങളുമാണ്. അതിലേക്ക് നയിക്കുന്നത് ആ തലമുറയിലെ കൗമാരക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തലമുറയിലെ കൗമാരക്കാർക്ക് സാറിന് തരാൻ ആഗ്രഹമുള്ളൊരു സന്ദേശം എന്തായിരിക്കും? അത് റിസർച്ചേഴ്സ്, റൈറ്റ്? ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് സന്ദേശം, ഞാൻ സിമ്പിളായിട്ട് പറയാം, ചിലപ്പോൾ നീണ്ടുപോയാൽ ഒന്ന് ക്ഷമിക്കണം. എല്ലാവരും പഠിക്കുകയല്ലേ, എല്ലാവരും ഏകദേശം നിങ്ങളെല്ലാവരും 10, 11, 12 എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ഇല്ലേ? പക്ഷേ റാങ്ക് ഒന്നില്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാലേ 1, 2, 3 വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ സൗഹൃദമുണ്ട്, ഫ്രണ്ട്ഷിപ്പ്, ഈ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ കൂടുതൽ റിലേഷൻഷിപ്പാണ് വേണ്ടത്. ഇൻഫർമേഷൻ ഫ്ലോ ഈസ് ഒരുപാട്. അപ്പോൾ എത്ര ഇൻഫർമേഷൻ ഒരാൾക്ക് മാത്രം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നെറ്റ്വർക്ക് വേണം. ആ നെറ്റ്വർക്കിൻ്റെ കൂടെയാണ് നമ്മളിത്. ആ നെറ്റ്വർക്കിൻ്റെ ബേസിക് എക്സ്പെക്റ്റേഷൻ യങ്ങർ ഏജിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇതേ സമയത്തല്ല നിങ്ങൾ ഈ റാങ്ക് ഈ നെറ്റ്വർക്കിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ റാങ്ക് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ ചുമ്മാ ഇരുന്ന റാങ്ക് വരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രയാസപ്പെടും, അധ്വാനിക്കും, ഹോംവർക്ക് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ പഠിച്ച് ഇല്ല, ഇതെല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരാൾ വരും. പക്ഷേ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത് ഒരു മൈൽ സ്റ്റോണാണ്, ഒരു ഈവൻ്റാണ്. അതുകൊണ്ട് ജീവിതം ഒന്നും ആയിട്ടില്ല. ഞാൻ എവിടെയും റാങ്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഫസ്റ്റ് റാങ്ക് വല്ലപ്പോഴും 1-2 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ എവിടെയും ഒന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ തളർന്നു പോകാതിരിക്കുക എന്താണ് ഏറ്റവും ഇഷ്ടപ്പെടേണ്ട കാര്യം ഇതാണ്. ഇതാണ് പ്രധാനം, പറയാൻ പോണതാണ് പ്രധാനം. നിങ്ങൾക്ക് ആ ഫസ്റ്റ് മാർക്ക്, ആ സെൻറ്റം എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളൊരു പ്രോസസ്സ് ഏറ്റെടുത്തല്ലോ. നിങ്ങളൊരു ഒരു ടൈം ടേബിൾ, ഇന്ന സമയം കൊണ്ട് ഞാൻ ഇതിങ്ങനെയൊക്കെ ചെയ്തു തീർക്കും, ഇന്ന ആളുമായിട്ട് സംസാരിച്ച് എൻ്റെ അറിവ് വളർക്കും, ഇതൊക്കെ ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. അതാണ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്. ദ പ്രോസസ് ഓഫ് അച്ചീവിങ് ദി ബെസ്റ്റ്. ആ പ്രോസസ് നിങ്ങൾ എൻജോയ് ചെയ്താൽ ലൈഫ് ഇസ് ബ്ലിസ്. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പല റിസർച്ചിൽ നേട്ടം വരും. അല്ലാതെ റാങ്ക് വാങ്ങിക്കുന്നതിന് മാത്രമല്ല കഥ, ആ റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനത്തിൻ്റെ പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് റിച്ചസ്റ്റ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് വേറെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കും എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ മാത്രമാണ്. അത് മനസ്സിലാക്കിയാൽ ജീവിതം ഉഷാർ. നമസ്കാരം സാർ, എൻ്റെ പേര് ടീന മരിയ ജോബി. ഓണക്കാലമാണല്ലോ, അപ്പോൾ സാർ ട്രഡീഷണൽ ആയിട്ടും മോഡേൺ ആയിട്ടും ഓണത്തിൻ്റെ ചേഞ്ചസും എല്ലാം പറഞ്ഞു. എന്നാലും സാറിന് കുട്ടിക്കാലം തൊട്ട് ഇപ്പോഴും മിസ് ചെയ്യുന്ന എന്തെങ്കിലും പഴയ ട്രഡീഷൻസ്, നമ്മൾ അറിയാത്ത പോലും, ഞങ്ങൾ ന്യൂജൻ പിള്ളേർ അറിയാത്ത പോയ പോലെ അങ്ങനെ വല്ല ട്രഡീഷൻസും ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്ക് ഈ കഥ കേൾക്കാനൊക്കെ അങ്ങനെ വല്ലോ? ഇപ്പോഴത്തെ ഓണത്തിന് നമുക്ക് പിള്ളേരായിട്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇല്ല, എവിടെയും പോകാൻ പറ്റും, ഭയങ്കര റെസ്ട്രിക്ഷനാണ്. അത് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പ്രായത്തിൽ ഞാൻ കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയും ഇല്ലേ? ബഹിരാകാശ മേഖലയിൽ അല്ലെങ്കിൽ ആ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഇൻഡിവിജ്വൽ ഡ്രീം ഉണ്ടാകുമല്ലോ എല്ലാവർക്കും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാഡത്തോട് പോലും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഞാനോ? ഇന്ന് വരെ അങ്ങനെ ഒന്നും മറിച്ച് ഒന്നും ഒരു ഡ്രീമായിട്ട് ഒന്നും പറ്റില്ല. പക്ഷേ ദർ ആർ മെനി ഡ്രീംസ്. എനിക്ക് ലോകം കാണാൻ വളരെ ഇൻട്രസ്റ്റാണ്. നമ്മൾ ഈ ജോലിയുടെ തിരക്കിടയ്ക്ക് ഞാനും എൻ്റെ വൈഫും എവിടെയൊക്കെ കാണാൻ പറ്റുമോ, ഇന്ത്യ ആയാലും ശരി എവിടെയാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യാൻ ഒരു കൊല്ലത്തിൽ ഒരു 10 ദിവസം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും, കഴിയുന്നത്ര ചെയ്യും. അതങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്. ബിക്കോസ് ലൈഫ് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് കാണുക. എനിക്ക് ഹിസ്റ്ററി വളരെ ഇഷ്ടമാണ്. വിദ്യയ്ക്കും നന്നായിട്ട് അറിയാം. ഞാൻ ഹിസ്റ്ററി ബഫാണ്. അതുകൊണ്ട് നമ്മുടെ 2000 കൊല്ലം സിവിലൈസേഷനിൽ ഈ അമ്പലങ്ങളും ഈ നമ്മുടെ സിവിലൈസേഷൻ എങ്ങനെയാണ് വളർന്നത്, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇങ്ങനെ ടൗൺസ് ഇത്രയും വന്നത്, ആർക്കിടെക്ചർ അറിയാമോ? ഇന്ന് ഇൻഡസല്ലേ ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം എത്ര കൊല്ലം കൊണ്ട് ഉണ്ടാക്കി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അയ്യോ, എത്രയൊന്നും ആയിട്ടില്ല, 20 അതേപോലെ തമിഴ്നാട്ടിൽ പോയിക്കണ, തമിഴ്നാടാണ് അമ്പലങ്ങളിൻ്റെ ഒരു കാഴ്ച. ഇതാണ് നിങ്ങൾക്ക്
കണ്ട് തീരത്തില്ല. ഓരോ അമ്പലത്തിൻ്റെ ആർക്കിടെക്ചർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എങ്ങനെ ചെയ്ത് ഇതൊക്കെ എങ്ങനെയാണ് ഇത് സ്ഥാപിച്ചത്? ആ കാലഘട്ടത്തിൽ ആ ടെക്നോളജി. ബ്രോൺസ് സ്റ്റാച്ചു ഉണ്ട്, സിംഗിൾ കാസ്റ്റിംഗ് ആണ്. ടെക്നിക്കലായിട്ടുള്ളവർക്ക് തന്നെ പറയാം അത് എങ്ങനെ അവർ ചെയ്തു. ചിദംബരം ആ സ്റ്റാച്ചുവിൻ്റെ ഇതിൻ്റെ പ്രസക്തി അതാണ്. അപ്പോൾ അത് എങ്ങനെ ഉൾക്കൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ടെക്നോളജിയിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇന്നും ആ യാത്രയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും വിജയും പല സ്ഥലത്തും ആർക്കിടെക്ചറുണ്ട്. ഇവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റി? ഇത് അപ്പോൾ ആലോചിക്കണം, ഒരു ആര്യഭട്ട ഇത്രയും കിലോമീറ്ററിലാണ് ഇത് ഇരിക്കുന്നതെന്ന് അന്ന് എങ്ങനെ കണ്ടുപിടിച്ചു? ഒരാൾ ഒരു കൊല്ലം ഇരുന്ന് മൊത്തം നോക്കിയിട്ടാണ് ഇത് ഗവേഷണം ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. അങ്ങേക്കും കുടുംബത്തിനും എല്ലാവിധമായ ഓണാശംസകൾ വരുന്നു. ഇപ്പോൾ കൂട്ടുകാർക്കും എല്ലാവർക്കും ഓണാശംസ അറിയുന്നു. ഈ സംഭാഷണത്തിനും ഈ സമയത്തിനും വളരെയധികം നന്ദി. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.